it's really sweet. It's very sweet. This is the first thing that is not spicy that I've had. That's a unique. It's really nice. Yeah. It's called paisam. What? Paisam. Paisam. ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ നമ്മുടെ അഖിലിന്റെയും അനീറ്റയുടെയും റസാക്കിന്റെയും കല്യാണ പാർട്ടിക്ക് നമ്മുടെ കെനിയൻ ഫ്രണ്ട് വന്നപ്പോ ഒരു പായസം ഓഫർ ചെയ്തതാണ് കേട്ടോ. അപ്പൊ അവൾക്കത് വേണ്ട പോലും. ഇത്രയും ടേസ്റ്റുള്ള നമ്മുടെ പായസം എന്തുകൊണ്ടാ വേണ്ടാത്തെന്നുള്ള കാരണം തിരക്കിയപ്പോ അവള് പറഞ്ഞത് നമ്മുടെ കേരള ഫുഡ് എല്ലാം സ്പൈസി ആണെന്നാണ് ആള് വിചാരിച്ചെന്ന്. സംഭവം ആളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാ സ്പൈസി ഫുഡും ഇരുന്ന് ഇന്ന് കഴിച്ചെങ്കിലും ഇതുകൂടെ കഴിക്കാനുള്ള ത്രാണി അവൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. പാവം. നമ്മുടെ ഫുഡിൽ അത്ര എരിവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അത്യാവശ്യം എരിവുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവരുടെ ഫുഡിൽ ഒട്ടും സ്പൈസസും കാര്യങ്ങളും ഒന്നും ചേർക്കാറില്ല. അങ്ങനെ എന്റെ നിർബന്ധത്തിന് അവളത് കുടിച്ചു തീർത്തപ്പോഴേക്ക് ആള് പറഞ്ഞു അടിപൊളിയായിരുന്നു, നല്ല സ്വീറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഒരു സമാധാനമായത്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങായി. ഞങ്ങൾ അക്ക എന്ന് വിളിക്കുന്ന ഈ മൂപ്പത്തിയാർക്ക് ഹിന്ദി മാത്രമേ അറിയാമെങ്കിലും ചാച്ചിപ്പീട്ടിലൊക്കെ നോക്കി കഷ്ടപ്പെട്ടിട്ടാണ് മൂപ്പരാൾ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചിലവരൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകളും കാണാൻ തന്നെ ഒരു രസമാണ്. പിന്നെ ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയി. കുറെ കാലം കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തൊരു പാർട്ടിയായിരുന്നു അന്ന്. പിന്നെയുള്ള ഏറ്റവും വലിയ ടാസ്ക് നന്ദി പറച്ചിലായിരുന്നു. നമ്മൾ ഒട്ടുമിക്ക മലയാളികൾക്കും ഏത് വിദേശ രാജ്യത്താണെങ്കിലും 4 ആൾക്കാർ കൂടുമ്പോൾ ഇംഗ്ലീഷ് പറയാന് ചെറിയൊരു ചമ്മലാണ്. പ്രത്യേകിച്ച് നല്ല ഊക്കി വിടുന്ന നമ്മളെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലാണെങ്കിൽ. അങ്ങനെ ആ ടാസ്കും നമ്മുടെ കെനിയക്കാരി തന്നെ അങ്ങ് ഏറ്റെടുത്തു. Hi everyone. And for those who don't know me, my name is Mercy. Very happy to be here. I understand everything that you're saying. Don't worry about me. I know Paranyo, I know. Yes, so I'm happy to be here. It's been a beautiful day. We've had food. I don't usually take spicy food, but today I took, and it was very nice. Yes, so congratulations Anita, Agil, and Razak. Yes. അപ്പൊ അത്രയ്ക്കുള്ള ഗൈസ് കെനിയൻ വിശേഷങ്ങൾ. ബൈ ബൈ, സ്റ്റേ ട്യൂൺ. ഇങ്ങനെയാണ് പറയാ കണ്ടോ.